ആ മലയുടെ പേരാണ് ജുർഫ് മല എന്നാണ് പറയാം. ഇത് ഈ കാലഘട്ടത്തിലുള്ള രാജാവ് എടുത്ത ഒരു കൊട്ടാരമാണ് അവർക്ക് താമസിക്കാനുള്ളത്. അത് നിങ്ങൾ പോയി മിനയിലും അവിടെയൊക്കെ ഈ വലിയ വലിയ കുന്നിന്റെ മുകളിൽ കാണാം. മക്കയുടെ അടുത്ത് തന്നെ പിന്നെ മക്കയുടെ തൊട്ടടുത്ത് മറവയുടെ സഫയുടെ ചാരത്ത് നമുക്ക് കാണാൻ പറ്റും പാലസ്. അത് ഇവർക്കുള്ള പൊതുവയുടെ സ്വഭാവമാണ് ഈ ഉയർന്ന സ്ഥലങ്ങളിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ജുർഫ് മലയെ പറ്റി പറയുന്നത് അവസാന കാലഘട്ടത്തിലെ ദജ്ജാല് ലോകമാകെ കറങ്ങി നടക്കും. പക്ഷെ മദീനയുടെ ഹറം ബൗണ്ടറിക്കുള്ളിൽ മക്കയുടെ അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ തടയുമത്രേ. അപ്പോ ഇവർ വന്ന് ക്യാമ്പടിക്കുന്ന സ്ഥലമായിരിക്കും ഈ ജുർഫ് മല എന്ന ചില ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. ഇതിന്റെ മുകളിൽ നിന്നിട്ടാണ് അത്ര ചോദിക്കുക ആരുടേതാണ് വള്ളക്കൊട്ടാണ് നോക്കിയിട്ട് അതിന്റെ അകത്തോട്ട് അറബിന്റെ ബൗണ്ടറിക്കകത്തോട്ട് അറബിന്റെ ബൗണ്ടറിക്ക് വലതുഭാഗത്ത് നോക്കി അവിടെ കാണാൻ പറ്റും. അത് ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞിട്ട് ഇത് പുറകോട്ട് പോകുമ്പോൾ കാണും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ എത്താൻ പോകുന്നത് ആ ഖുർആൻ പ്രസ്സാണ്. നമ്മുടെ വലതുഭാഗത്ത് മുമ്പിൽ കാണുന്നതാണ് ഖുർആൻ പ്രസ്, അല്ലെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയ ഖുർആൻ പ്രസ്സാണ്. ഏകദേശം 300 കോടിയോളം ഖുർആൻ അവിടെ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തുള്ള വിവിധ ഭാഷകളിലുള്ള തർജ്ജമയും അതുപോലെ തന്നെ വളരെ മനോഹരമായ കെട്ടുമട്ടോടുകൂടി കൂടി വിശുദ്ധ ഖുർആൻ ഉസ്മാനിയ ലിപിയിൽ പ്രസിദ്ധീകരിക്കുന്ന, അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി ലിപി, 2 ലിപിയിലാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ഒരു പ്രസ്സാണ് ഈ ഖുർആൻ പ്രസ്. നമ്മൾ കാണുന്ന വിശുദ്ധ ഖുർആന്റെ എഴുത്ത് ഉസ്മാൻ ത്വാഹ എന്ന് പറയും. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും. ഉസ്മാൻ ത്വാഹ ആണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ പറയുന്ന ഒരു സിറിയക്കാരൻ, അദ്ദേഹത്തിന്റെ കയ്യെഴുത്തിന്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. അത്രയും മനോഹരമായ എഴുത്താണ് അദ്ദേഹത്തിന്റെ. അതാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അബ്ദുൽ റഹ്മാനാകുന്നത് വലിയ തിരക്കൊന്നും കാണുന്നില്ല. നമുക്ക് बाथरूम